ഹായ് എവ്രി വൺ. അപ്പോൾ ഇന്ന് ഞാനൊരു ഹെയർ കട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം കുറേ നാളായിട്ട് ഹെയർ കട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ അറ്റമൊക്കെ പോയി തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഹെയർ കട്ട് ചെയ്ത് ഒന്ന് സെറ്റാവാം. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ എൻ്റെ മുടിയുടെ ഒരു കോലം കാണാം. കോലം എന്ന് പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിടക്കുന്നത്. പക്ഷേ ഈ ലോങ് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കൂടെ ഭയങ്കരമായിട്ട് കൊഴിയുകയും ചെയ്യും. അതുകൊണ്ട് കട്ട് ചെയ്യുന്നത്. എല്ലാ വർഷവും ഞാൻ ഒരു വട്ടം ഇതേപോലെ ഷോർട്ട് ആക്കാറുണ്ട്. അങ്ങനെ ഞാൻ റെഡിയായതിന് ശേഷം മുടിയൊന്ന് കോംബ് ചെയ്തു. നല്ല വൃത്തിക്ക് തന്നെ കിടക്കുന്ന കേട്ടോ. പക്ഷേ ഇത് തന്നെ പ്രശ്നം, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ന് 3-4 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഫിലിം കാണണം, അതിനുശേഷം ബ്രദറിന് സ്ക്രീൻ കാർഡ് ഒട്ടിക്കണം, ഫോണിൽ ബാക്ക് കവർ വാങ്ങിക്കണം, അതിനുശേഷം മന്ത്ലി പർച്ചേസ്, അതിനുശേഷമാണ് കേട്ടോ എൻ്റെ സെൽഫ് കെയർ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ഫസ്റ്റ് ഞങ്ങൾ പടത്തിന് കയറി, പടക്കളമായിരുന്നു കാണാൻ കയറിയത്. നല്ല അടിപൊളി മൂവി കേട്ടോ, എല്ലാവരും പോയി കാണണം. അതിനുശേഷം നേരെ നന്ദുവിനുള്ള ഷോപ്പിംഗ് ആയിരുന്നു. നന്ദുവിൻ്റെ ബാക്ക് കവറും സ്ക്രീൻ കാർഡ് ഒട്ടിക്കാനും അധികം സമയമൊന്നും എടുത്തില്ല. ഇതെല്ലാം ലുലുവിൽ തന്നെ ആയതുകൊണ്ട് വലിയ സമയം എടുത്തില്ല. ഹെയർ കെയറിന് മാത്രമേ ഉള്ളൂ ഞാൻ വേറെ സലൂണിൽ പോകുന്നത്. അതെവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ബാക്കി എല്ലാ കാര്യങ്ങളും ലുലുവിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് എങ്ങും ഓടി നടക്കേണ്ട വന്നില്ല. അതിനുശേഷം ഞങ്ങൾ താഴത്തേക്ക് വന്നപ്പോഴത്തേക്കിനും മറ്റേ സ്കൂൾ തുറക്കാൻ പോകുന്നതിൻ്റെ ഇത് നടക്കുന്നു. ആകെ ഒരു നൊസ്റ്റാൾജിക് ആയിരുന്നു കേട്ടോ. മറ്റേ ബുക്ക് പോലെ പൊതിയുന്ന സാധനങ്ങളും ബാഗും ഒക്കെ കണ്ടപ്പോൾ വെറുതെ ഒന്ന് സ്കൂളിൽ പോയാലോ എന്ന് തോന്നി. അല്ല, രസമല്ലേ, പുതിയ ബാഗ്, പുതിയ പാത്രങ്ങൾ, പുതിയ കുപ്പി, എല്ലാത്തിൻ്റെ ഒരു മണം തന്നെ രസമായിരുന്നു. വല്ലാണ്ട് ഓർമ്മ വരും കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ. പിന്നെ നേരെ ഹൈപ്പറിലോട്ട് പോയി. അവിടുന്ന് സാക്ഷിക്കുള്ള ചിക്കൻ്റെ ലിവർ വാങ്ങി. പിന്നെ കുറേ ഫിഷും ചിക്കനൊക്കെ ഒന്ന് നോക്കി, വാങ്ങിക്കാൻ നിന്നില്ല. പിന്നെ ഫുഡ് നമ്മൾ വിചാരിച്ചു വാങ്ങിക്കൊണ്ട് പോകാം എന്നുള്ള രീതിയായിരുന്നു, എന്തെങ്കിലും കഴിക്കാനായിട്ട് അല്ലെങ്കിൽ കഴിച്ചിട്ട് പോകാമെന്നുള്ള രീതിയായിരുന്നു. പിന്നെ വാങ്ങിക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങളെല്ലാം ഞാൻ പർച്ചേസ് ചെയ്തു. നന്ദുവിന് ബോറടിക്കുന്നുണ്ടായിരുന്നു, കാരണം നന്ദുവിന് പ്രത്യേകിച്ച് അവിടെ നിന്ന് ഒന്നും തന്നെ മേടിക്കാനുണ്ടായിരുന്നില്ല. പക്ഷേ ലുലുവിൽ എന്താണെന്നറിയോ, കറക്റ്റ് ലിസ്റ്റ് കൊണ്ട് പോകുന്നതിന് ഇതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ കാണുന്നതെല്ലാം എടുത്തിടും. അങ്ങനെ പെട്ടെന്ന് തന്നെ എൻ്റെ പർച്ചേസിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. പിന്നെ നേരെ വീട്ടിലേക്ക് പോരുന്നു. ഒരു 12:30 ആയപ്പോൾ വീട്ടിലെത്തി. അതിനുശേഷം അപ്പം തന്നെ ഞാൻ സലൂണിലേക്ക് ഇറങ്ങി. ഒരു 1 മണിയൊക്കെ ആയപ്പോൾ ഞാൻ സലൂണിലെത്തി. 1 മണി തൊട്ട് ഏകദേശം 8 മണി വരെ കേട്ടോ ഞാൻ സലൂണിൽ സ്പെൻഡ് ചെയ്ത്. കാരണം എനിക്ക് ചെയ്യാനുണ്ടായിരുന്നത് ഹെയർ കട്ടിങ്, ഹെയർ കളറിങ്, പെഡിക്യൂർ, മാനിക്യൂർ, ഡീറ്റാൻ, ഫേഷ്യൽ, ഇങ്ങനെ മൊത്തത്തിൽ 6 കാര്യങ്ങളായിരുന്നു എനിക്ക് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ 8 മണിക്കൂറാണ് ഞാനൊരു സലൂണിൽ സ്പെൻഡ് ചെയ്തത്. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല ഞാൻ അത്രയും നേരം ഇരുന്നു. ഹെയർ കട്ട് ചെയ്തു കേട്ടോ ഫസ്റ്റ് തന്നെ. അതാണ് ഫസ്റ്റ് ലുക്ക് ഇങ്ങനെ വരുന്നത്. ആക്ച്വലി സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാനുണ്ടായിരുന്നല്ലോ. പിന്നെ ഫേഷ്യലിൻ്റെ ഇതായിരുന്നു. നേരെ ഫേഷ്യലിന് പോയി കിടന്നു. ഒറ്റയ്ക്കായിരുന്നു കേട്ടോ. ഭയങ്കര ബോറടിയായിരുന്നു. കാരണം 1 അവർ ഫേഷ്യലിന് വേണ്ടിയിട്ടുണ്ട്. കാരണം ഡീറ്റാനിങ് ഫേഷ്യലും ഉണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ ഫേസിന് നല്ല ഗ്ലോ ഉണ്ട് കേട്ടോ. കുറേ പാടുകളും പിന്നെ കുരുക്കളും ഒക്കെ അവർ പൊട്ടിച്ചളഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം എടുത്ത് കളഞ്ഞു. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം പോയി. അതിനുശേഷം നേരെ പെഡിക്യൂറിന് എഴുതുന്നു. പെഡിക്യൂറും മാനിക്യൂറും കൂടെ ഏകദേശം 45 മിനിറ്റ്സിന് മേളിലുണ്ടായിരുന്നു. നല്ലൊരു ചേച്ചി കേട്ടോ, കവിത എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി എന്നെ ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ ഞാൻ പറയാം ഇതെവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആലുവ ഫ്ലൈ ഓവറില്ലേ, ഫ്ലൈ ഓവറിൻ്റെ താഴെ നമ്മുടെ മാക്സിൻ്റെ ഷോറൂമുണ്ട്. മാക്സിൻ്റെ തൊട്ട് മേളിലാട്ടോ ഈ സലൂൺ വരുന്നത്. നമുക്ക് ഫ്ലൈ ഓവറിൽ കൂടെ പോകുമ്പോൾ കാണാൻ പറ്റും. ട്രൈബ് എന്നാണ് സലൂണിൻ്റെ പേര് വരുന്നത്. നല്ല സർവീസാണ് അവരുടേത്. നല്ല ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു തരും. ഞാൻ ഭയങ്കര ഹൈലി സാറ്റിസ്ഫൈഡ് ആട്ടോ എല്ലാ കാര്യത്തിലും. അവസാനം അവർ സെറ്റ് ചെയ്ത് തന്നതും അടിപൊളിയായിട്ടാണ്. വേറെ ഒന്നും പറയാനില്ല എനിക്ക്. വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ എൻ്റെ ഫൈനലൊന്ന് റീഷൂട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് അവിടെ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ മാക്സി കയറി ഞാനൊരു കുർത്ത സെറ്റ് എടുത്തു. അതിനുശേഷം ഞാൻ നേരെ വീട്ടിലേക്ക് പോരുന്നു കേട്ടോ. കാരണം വിശന്നിട്ടും ആകെ ടയേർഡായിരുന്നു ഞാൻ. ഇതാട്ടോ എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഹെയർ കട്ട് ചെയ്ത് കളർ ചെയ്തിട്ട്. ഇത് എത്രത്തോളം ഈ ക്യാമറയിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ അത്രത്തോളം ശ്രമിച്ചിട്ടുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് സൺലൈറ്റ് വരുമ്പോഴത്തേക്കിന് ആക്ച്വലി ഹെയർ കളർ കുറച്ചും കൂടി ഒന്ന് അടിപൊളിയായിട്ട് ഹൈലൈറ്റ് ആവുന്നത്. അത് 2-3 ദിവസം എടുക്കും എന്തായാലും ഒന്ന് സെറ്റാവാൻ. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഈ ഹെയർ കട്ടിങ് ഇഷ്ടപ്പെട്ടു, കളറിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സില്ലേ, അത് മാക്സിൽ നിന്ന് ഞാൻ എടുത്ത ഡ്രസ്സാണ്. നല്ല അടിപൊളി കുർത്തയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താ ഒരു സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ ക്യാമറയുടെ ഫ്രണ്ട് വരുമ്പോൾ ഞാൻ വല്ലാണ്ട് തടി വെച്ചു എന്നുള്ള ഓർമ്മ എനിക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.